ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു തോരനാണ്. അതിനായിട്ട് ഇതിൻ്റെ ചക്കക്കുരുവൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ ചക്കക്കുരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ചതച്ചത്. ഇത് ചതയ്ക്കാതെ ചക്കക്കുരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അതിനായിട്ട് ഇതിന് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സവാള ഞാൻ ഇതുപോലെ കനം കുറച്ച് ചീകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഉണ്ടക്കാന്താരി മുളകാണ്. അത് 2 എണ്ണം ഇതിൻ്റെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞതെടുത്ത് വെച്ചിട്ടുണ്ട്. സ്വല്പം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ തോരൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും കാന്താരി മുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റായി നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് വെന്തോന്നൊക്കെ നോക്കാം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ നല്ലതായിട്ട് പറ്റി വരുന്നുണ്ട്. വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കണ്ണിനും കാഴ്ചയ്ക്കും അല്ല സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ് നമുക്ക് ചക്കക്കുരു. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോറിന് കഴിക്കാൻ പറ്റുന്നൊരു കൂട്ടാനാണല്ലോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.